യെസ്. സോ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിന്റെ എക്സ്പയറി ഡേ ആയിരുന്നു മൺഡേ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഞാൻ ട്രേഡ്സ് നോക്കുന്നതും അത് എക്സ്പയറി ആയിട്ടുള്ള മിഡ് ക്യാപ് നിഫ്റ്റി എന്നായിരുന്നു. അപ്പം നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു പുഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രേക്ക് ഓഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡ് ക്യാപ് നിഫ്റ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഓപ്പണിംഗ് തന്നെ ബ്രേക്ക് ഓഫ് വന്നിട്ട് പിന്നെ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു എൻട്രിക്കുള്ള റീസണോ കാര്യങ്ങളോ ഒന്നും എന്തായാലും ഒരു 11:30-11:45 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഒരു 12:10 സമയത്താണ് ഒരു അപ്വേർഡ് പുഷ് വരുന്നത്. ഈ അപ്വേർഡ് പുഷിൽ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഓയിൽ നല്ല രീതിയിൽ കോളിൽ കുറയുകയും പുട്ടിൽ കൂടുകയും ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഓക്കെ അവിടുന്ന് ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഗ്ലോബൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു. ദെൻ നമുക്ക് FIA ഡാറ്റ ലാസ്റ്റ് ഡേയ്സിൽ FIAs നല്ല രീതിയിലുള്ള ബൈയിങ് നടത്തിയിട്ടുണ്ട്. സോ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ആ ഒരു സമയത്താണ് ഞാനൊരു പുട്ടിൽ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബുള്ളിഷ് എക്സ്പെക്ടേഷനിൽ. എൻ്റെ വ്യൂ ഇത്രയേ ഉള്ളൂ. 10,930 മുകളിലായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും എന്നുള്ളതാണ് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന വ്യൂ. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ വരികയും ഒരു 1:25 ആയ സമയത്ത് നല്ലൊരു ഡൗൺ മൊമെന്റം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ മാത്രം ഇത്ര വലിയ മൊമെന്റം ഉണ്ടായിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലായാലും നിഫ്റ്റിയിലാണെങ്കിലും ഇത്ര വലിയ മൊമെന്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ബാക്കിയെല്ലാം ഗ്രീനിൽ തന്നെ വന്നപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റി മാത്രം റെഡിലേക്ക് പോകാൻ ഉണ്ടായിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്തതിനെക്കാട്ടി മാർക്കറ്റ് താഴോട്ട് വന്ന് കൺസോളിഡേറ്റ് ആവുകയാണ് ചെയ്തത്. ഇപ്പം അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ആ ഒരു നമ്മുടെ ബ്രേക്ക് ഇൻ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ട്രേഡ് എന്ന് പറയുന്നത് നമുക്കൊരു സോണിനോ കാര്യങ്ങളോ അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമലി യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ 4 ഭാഗം മാത്രം യൂസ് ചെയ്യുകയും മാക്സിമം 2.3% ലോസും എന്നുള്ള ഒരു രീതിയിലാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രോഫിറ്റ് മാക്സിമം 3.8%ഓളായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ മന്ത്ലി വോളിയത്തിൽ തന്നെ മാക്സിമം ലോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നൊന്ന് റിവേഴ്സ് ചെയ്ത സമയത്ത് ലോസ് കുറഞ്ഞിട്ട് 0.8% ലോസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ക്ലോസ് ചെയ്തില്ല, കാരണം മാർക്കറ്റിൽ ഇനിയും സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷൻ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതലായിട്ടുള്ള ഒരു പുഷോ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കണ്ടിട്ടില്ല. സോ ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ബേസ്ഡ് ഓൺ OE മാത്രമാണ്, അല്ലാതെ വേറെ ടെക്നിക്കലി പറയുന്ന രീതിയിലുള്ള എൻട്രീസോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സോൺസോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇനിയുള്ള ദിവസം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂഷൻ തന്നെയാണ്. മാർക്കറ്റ് അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് കറന്റ് നിൽക്കുന്നത്. സോ ഇനിയൊരു ബുള്ളിഷ് മൊമെന്റം, അതായത് അടുത്ത ബ്രേക്ക് ഓഫ് പ്രഷറിന് വേണ്ടി മാർക്കറ്റ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എക്സ്പെക്ടേഷൻ വരുന്നത്. സോ നമുക്ക് നാളത്തെ ട്രേഡ് നോക്കാം.